ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. Before going to start, you have to recap some definitions from previous year. ഇതൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് ഒരു എക്സ്പ്രഷൻ, എന്താണ് ഒരു ടേം, ആൾജിബ്രൈക് എക്സ്പ്രഷൻ, ഈ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ഓർ variables and mathematical operations without an equal sign. ഒരു ഈക്വൽ സൈൻ ഇല്ലാതെ ഒരു നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാരിയബിൾസ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മളൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ 5 plus 3, അതായത് ഇതെല്ലാം നമ്പേഴ്സ് ആണ്. 5 and 3 are numbers and the mathematical operation is addition here, അതായത് പ്ലസ് സിമ്പിൾ. ഇതൊരു ന്യൂമറിക് എക്സ്പ്രഷൻ എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ 2x minus 7. ഇതിൽ ഒരു വാരിയബിൾ ഉണ്ട് എക്സ് എന്ന് പറയുന്നത്. ഈ നമ്മൾ ലെറ്റേഴ്സ് ഐഡി നോട്ട് എക്സ് വൈ എ ബി സി ഇതെല്ലാം വെച്ച് നമ്മൾ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഒരു വാരിയബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ അപ്പോൾ എക്സ്പ്രഷൻ എന്താണ് 2x minus 7. ഇത് ദിസ് വാരിയബിൾ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ടു എ കോൺസ്റ്റന്റ് ആൻഡ് ദിസ് കോമ്പിനേഷൻ 2x minus 7 ഇതൊരു എക്സ്പ്രഷൻ എന്ന് പറയും. ജനറലി ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ്, വാരിയബിൾസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിതൗട്ട് ആൻ ഈക്വൽ സൈൻ. നെക്സ്റ്റ് വൺ a square plus 4a minus 5. എന്നെ ഒരു സ്ക്വയർ ടേം ആയി എഴുതിയിട്ടുണ്ട്. ദെൻ പവർ 1 ആയ ഒരു ടേം ഉണ്ട് എൻ്റെ, ദെൻ ഒരു കോൺസ്റ്റന്റ് ടേം. ഇതിനെയാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്താണ്? ടേം ഈസ് എ സിംഗിൾ പാർട്ട് ഓഫ് എൻ എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി എ നമ്പർ, variable or both multiplied together. Terms are usually separated by or by plus or minus signs. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട തന്നെ അതേപോലെ തന്നെ ഇവിടെ എക്സാമ്പിളിൽ 2 വാരിയബിൾസ് ഉണ്ട്, ദെൻ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ദെൻ ഈച്ച് ടേം ഇസ് സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. അപ്പോൾ നമ്മുടെ ടേമിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് എ സിംഗിൾ പാർട്ട് ഓഫ് ദി എക്സ്പ്രഷൻ, അതായത് 4xy. ആ 4xy ആണ് ഇവിടെ ഒരു ടേം. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -2y, ദെൻ 7. ഇതൊക്കെയാണ് നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. എക്സ്പ്രഷനിലെ ഓരോ പാർട്ടിനെയും നമ്മൾ ടേം എന്നാണ് പറയുന്നത്. ദെൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇറ്റ് ഈസ് an expression that includes variables along with numbers and operation. അതിനെയാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then next ഇവിടെ ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ. നേരത്തെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു നമ്പേഴ്സ് മാത്രമുള്ള ഒരെണ്ണമായതുകൊണ്ട് ഇതിനെ ന്യൂമറിക് എക്സ്പ്രഷൻ എന്നും, നമ്മൾ വാരിയബിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്നും പറയും. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ്. ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പാകത്തിന് ചെയ്തു വെച്ചിരിക്കുന്നതാണ്.
അതായത് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, സോറി, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സും ഓപ്പറേഷൻസും 2x + 7, അതേപോലെ തന്നെ 5 + 3, ഇതെല്ലാം ഒരു എക്സ്പ്രഷൻ ആണ്. then term means each one of this is a term, 2x and 7. Algebraic expression means an expression with variables, 3 + 5 x² - 2x + 4. Next, what is an equation? എന്താണ് ഒരു ഇക്വേഷൻ? നമ്മൾ എക്സ്പ്രഷനിൽ പറഞ്ഞിരുന്നു, അത് കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് നമ്പേഴ്സ് ആൻഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വിത്തൗട്ട് ആൻ ഈക്വൽ സൈൻ. ഇവിടെ നമ്മൾ ഈക്വൽ ടു സൈൻ ഇട്ടുകൊണ്ട് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, അതായത് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ അതിനെ പറയുന്നതാണ് ഇക്വേഷൻ, ഈക്വൽ ടു സൈൻ. അതായത് ഈ ഒരു ഇവിടെ കോമൺ ബാലൻസിന്റെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പൊ 7 + 3 10 ആണ്. ഇവിടെ 10 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പം ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു, നമ്പർ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. An equation, it is a mathematical statement that shows two expressions are equal. It always contains an equal to sign. അതായത് ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഇക്വേഷൻ എന്ന് പറയാം. This one, 8 + x = 10 + 1, 3a + 4 = 10. ഇതെല്ലാം എന്താണ്? വേരിയബിൾസിൻ്റെയും അതേപോലെ തന്നെ കോൺസ്റ്റൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അതിനെ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി ആ എക്സ്പ്രഷനിൽ ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ ഇതൊരു ഇക്വേഷനായി. സോ 3a + 4 = 10. ഈ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്നും ഇനി വരുന്ന സ്ലൈഡിലുണ്ട്. ഇതൊരു വേരിയബിൾ ആണ് അല്ലേ? This is a variable. A is a variable. A is the variable. Then these are the constants. In definition of linear equation. Linear equation is an algebraic equation in which each term is either a constant or the product of a constant and a single variable. അതായത് ഒന്നുകിൽ ഒരു കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എ constant and a single variable where the highest power of the variable is 1. ലീനിയർ എന്ന് പറഞ്ഞാൽ തന്നെ 1 ആണ് അർത്ഥം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഇക്വേഷനിൽ പവർ 1 ആയി വരും. എന്തിൻ്റെ പവർ? വേരിയബിളിന് പവർ 1 ആയി വന്നാൽ അതിനെ പറയുന്നതാണ് ലീനിയർ ഇക്വേഷൻ. അതേപോലെ തന്നെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മസ്റ്റാണ് ഒരു ഈക്വൽ ടു സിമ്പിൾ. സോ അത് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഈക്വൽ ടു സിമ്പിൾ ഉണ്ട്. ദെൻ 5x + 8. ഇപ്പുറത്തും നമുക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ ഇവിടെ എക്സ്പ്രഷൻ 1 ഉണ്ട് ഈക്വൽ ടു expression 2. ഇതാണ് this is a linear equation in one variable. If the linear equation has only single variable, then it is called linear equation in one variable. അതായത് ഇവിടെ നമുക്ക് നെക്സ്റ്റ് എക്സാം അല്ലെങ്കിൽ വേണ്ട ഒരു ഓക്കെ, നമ്മൾ ഇപ്പോൾ എക്സും വൈയും വെച്ചല്ല എഴുതിയിരിക്കുന്ന എക്സ് വൈ + 1 =
2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു കേസിൽ ഇവിടെ ഓൺലി സിംഗിൾ വേരിയബിൾ ഏതാണ് എക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ വേരിയബിൾ. ഇഫ് ദ ലീനിയർ ഇക്വേഷൻ ഹാസ് ഓൺലി എ സിംഗിൾ വേരിയബിൾ then it is called linear equation in one variable. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താണ്. A mathematical statement with an equal sign, then the variable has only power 1, only one letter x or y. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ. ദെൻ ഈ 12 അല്ലെങ്കിൽ ഇത് നമ്പേഴ്സിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയി എടുക്കുന്നു. ഇത്രയാണ് ലീനിയർ ഇക്വേഷൻ്റെ ബേസിക്സ് വരുന്നത്. Hope you have understood that. Thank you.